ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഈ അപ്പുറത്ത് പണി നടക്കുന്നതുകൊണ്ട് ഇച്ചിരി സൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായി നമ്മുടെ പരിപാടി തുടങ്ങാനായിട്ട്. ഇതൊരു കിടിലൊരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ചിക്കൻ, എന്നാന്ന് വെച്ചാൽ പ്രത്യേക ഒരു സാധനമാണ് ചിക്കൻ അച്ചാറെന്ന് പറയും. ഇതൊരു സൂപ്പർ സാധനമാണ്. പ്രധാനപ്പെട്ടവരൊക്കെ ചിക്കൻ അച്ചാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്നോട് എല്ലാവരും പറയും. പക്ഷെ ഞാൻ ഒരു പുതിയൊരു ഐറ്റമായിട്ടാണ്, ഇതാണ് സാധനം, ചിക്കൻ അച്ചാർ. ഇവരെ നമുക്ക് വെട്ടി പീസായിക്കൊണ്ട് ഇപ്പം വരാം. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. ഇവരെ ഇപ്പം റെഡിയാക്കിക്കൊണ്ട് വരാം, വെട്ടി ഇറങ്ങിട്ട്. ഇവനെ നമുക്ക് പീസാക്കാം, ചെറിയ പീസാക്കി. അച്ചാറിനുള്ളതായത് ചെറിയ പീസാക്കണം. ഇതിനെ പീസാക്കി അതിൻ്റെ റെഡിയാക്കി ഇപ്പം അച്ചാറിനായതുകൊണ്ട് ചെറിയ പീസാണ് വേണം ആക്കാനായിട്ട്. നല്ല മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. നമ്മളങ്ങനെ ലാസ്റ്റ് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് കഴുകി എടുത്തുകൊണ്ട് വരാം. അടുത്ത് പിന്നെ നല്ലപോലെ വൃത്തിയായിട്ട് 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. നല്ലപോലെ ഇതിൻ്റെ ബ്ലഡൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. പിന്നെ 3-4 പ്രാവശ്യമായിട്ട് കഴുകിയതാണ്. ഇതിന് വെള്ളം വാലാനായിട്ട് പാത്രത്തിലിട്ടിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കന് വറക്കാനായിട്ടുള്ള മസാല പരത്തി വെക്കാം. നമുക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള മസാല നമുക്ക് എടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇവനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മസാല ഇറച്ചിയെ പിടിക്കാൻ വേണ്ടി, ചിക്കനെ പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മസാല നമ്മൾ നല്ല ഇളക്കിയിട്ടുണ്ട്. ഇച്ചിരി കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി നല്ല ഇളക്കിയിട്ട് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് 10 മിനിറ്റ് ഇവിടെ ഇതിനെ വെക്കണം. അത് സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി ഇളക്കാൻ തരാം. പച്ചക്കറി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് പീസാക്കി എടുക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് പിടിക്കട്ടെ. ആദ്യം നമുക്ക് ഇഞ്ചി അങ്ങ് ചെറുതായിട്ട് അങ്ങ് അരിയാം. അച്ചാറിനായിട്ട് ഉള്ളതുകൊണ്ട് ചെറുതായിട്ടുള്ള പീസായിട്ട് അരിയാം. ഇഞ്ചി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത വെളുത്തുള്ളി അരിയാം. വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത പച്ചമുളക് അരിഞ്ഞു കൊടുക്കും. നമ്മൾ പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത നമുക്ക് ചിക്കൻ വറക്കാനായിട്ട് പോവാം. നമ്മൾ അടുപ്പ് കത്തിച്ചുകൊണ്ടിട്ട് ചിക്കൻ വറക്കാനായിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മുക്കാൽ ഭാഗത്തോളം മൂത്തിട്ടുണ്ട്. ഇവനെ നമുക്ക് കോരിയെടുക്കാം. കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാം. അപ്പം ഇവനെ പെട്ടെന്ന് കോരിയെടുക്കാം. ലാസ്റ്റ് സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ മൊത്തം കൂടെ ഒന്നിച്ചുകൊണ്ട് വറക്കാം. നമ്മൾ ചിക്കൻ വറുത്ത് കഴിഞ്ഞു. ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ആ വെളിച്ചെണ്ണ ആകുമ്പോൾ സത്തൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെയാണ് ഇത് വഴത്താൻ പോകുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ വഴത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് കടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അല്പം ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം.
ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് ഇതിനു വേണ്ടിയ മസാലക്കൂട്ട് ചേർക്കാം. മുമ്പേ ഉപ്പിട്ടാണ് ചിക്കൻ വറക്കാൻ നേരം. അതിന് ആവശ്യത്തിനുള്ള ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിൽ ഉപ്പും കൂടി ഇട്ടു. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. ഒരു 3 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇടുക. അച്ചാറായതുകൊണ്ട് 3 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല നല്ല മൂത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം വൃത്തിയായിട്ട്. മസാല ഒന്ന് പിടിക്കാനായി ആവശ്യത്തിനുള്ള കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് വിനാഗിരി കൂടെ ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി കൂടെ ഒഴിച്ചപ്പോഴത്തേനെ നല്ല മണം. എൻ്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റമാ. ഇവന് 1 ടീസ്പൂൺ ഉണ്ടെങ്കിൽ 1 പ്ലേറ്റ് ചോറുണ്ണ. ഇതിൻ്റെ അകത്തോടെ കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇടുന്നത് ഏറ്റവും നല്ലതാണ്. എനിക്ക് ഗ്യാസ് ഒന്നും ഉണ്ടാകത്തില്ല. സൂപ്പർ ഐറ്റം കായ എന്ന് പറഞ്ഞാൽ. നല്ല സൂപ്പർ മണം. എൻ്റെ അമ്പമ്പോ എന്നുവെച്ചാൽ മസാലയൊക്കെ ഒന്ന് 10 മിനിറ്റത്തേനൊന്ന് പിടിക്കണം. ഇവനെ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇവനെ തുറന്ന് നമുക്ക് നോക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. ഇവനെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? എൻ്റെ അമ്മമ്പോ സൂപ്പർ. അടിച്ചു പൊളിച്ചു. സൂപ്പർ ഗ്രേവിയും എല്ലാം. അച്ചാറെന്ന് പറഞ്ഞാൽ ഇതുപോലും അച്ചാറ്. സൂപ്പർ അച്ചാറാണ് കേട്ടോ. എന്നുവെച്ചാൽ ആ എരിവും ആ ഗ്രേവി എല്ലാം കൂടെ പിടിച്ച ചിക്കനൊക്കെ നല്ലപോലെ വറന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. എൻ്റെ അമ്പമ്പോ സൂപ്പർ അച്ചാറ്. അടിച്ചു പൊളിച്ചു. എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്നാന്ന് വെച്ചാൽ അച്ചാറെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാം. 2 പീസ് മതി. 1 പ്ലേറ്റ് ചോറുണ്ണ. അതുപോലെ ഈ ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിൻ്റെയും കൂടി ഇത് കഴിക്കുക. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ ബൈ.